ഇന്ത്യയിലെ പ്രമുഖ രണ്ട് സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കിടിലൻ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒന്ന് SBIയും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയവും തമ്മിലുള്ള ഫ്യൂൽ കാർഡിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. സോ ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയെല്ലാം ഉപയോഗിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡബിൾ എൻഡഡ് സ്വേർഡ് ആണെന്ന് വിചാരിക്കുന്ന ഫ്രണ്ട്സിനും ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വെൽക്കം ടു വീഡിയോ. ദിസ് ഈസ് ഇഷാം കപ്പൂർ, യുവർ ഫിനാൻഷ്യൽ ബ്രദർ. BPCL SBI ക്രെഡിറ്റ് കാർഡ്. സോ ക്രെഡിറ്റ് കാർഡിൽ തന്നെ പലതരത്തിലുള്ള കാർഡ്സ് ഉണ്ട്. പ്രീമിയം കാർഡ്സ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ അത് അപ്പർ പ്രീമിയം ആയിട്ടുള്ള MX പോലത്തെ കാർഡ്സ് ഉണ്ട്. സോ ഇതൊരു ബേസിക് കാർഡാണ്. നമ്മളൊരു 499 റുപ്പീസ് ജോയിനിങ് ഫീ ആയി കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒരു എൻട്രി ലെവൽ കാർഡ് എന്ന രീതിയിൽ SBI എല്ലാ ആളുകളുടെയും കയ്യിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കാർഡാണ്. നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ പല BPCL പമ്പുകളിൽ പോയി കഴിഞ്ഞാൽ പല പിള്ളേര് അതുപോലെ തന്നെ സെയിൽസ് പീപ്പിൾ ആയിട്ടുള്ള ആളുകൾ ഇത് വിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞതിന് വേണ്ടിയിട്ട് എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. സോ അങ്ങനെയുള്ളവർക്കും ബെനിഫിറ്റ്സ് ആവാൻ വേണ്ടി, അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാന്ന് ഉദ്ദേശിച്ചത്. സോ ഇതൊരു സെയിൽസ് പെർസ്പെക്റ്റീവ് ഒരു വീഡിയോ അല്ല. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും മാത്രം പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിരിക്കും. SBIയുടെ ഈ ഒരു കാർഡിലേക്ക് എൻ്റർ ആകുമ്പോൾ നമുക്കൊരു ജോയിനിങ് ഫീ വരും. ജോയിനിങ് ഫീ എന്ന് പറയുന്നത് 499 ആണ് നോർമൽ ആയിട്ടുള്ള ഒരു ജോയിനിങ് ഫീ. ഇതിനെ പറയുന്ന കാർഡാണ് SBI നോർമൽ കാർഡ്. അതുപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് കാർഡ് ഉണ്ട് ഒക്ടൈൻ എന്ന് പറയുന്ന ഒരു കാർഡ്. അതിന് 1499 റുപ്പീസ് ആണ് അതിന് വരുന്നത്. നമ്മളൊരു നോർമൽ കാർഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 വർഷമായിക്കൊണ്ട് ഞാൻ ആ കാർഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാന്ന് കരുതുന്നത്. സോ അതൊരു വലിയ ചാർജസ് ഈടാക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ട്രാ സർചാർജസോ അല്ലെങ്കിൽ ഒരു ഹിഡൻ ചാർജസോ ഒന്നും ഇല്ലാത്തൊരു കാർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ വലിയ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്. സോ നമുക്കറിയാം, ഒരു ഫ്യൂവല് നമ്മൾ എല്ലാ മന്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമുക്കൊരു 45 ഡേയ്സ് ആ ഫ്യൂവലിന്റെ ക്രെഡിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടായിരിക്കും. നമുക്കൊരു ഫണ്ട് റോളിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെട്ട് നമ്മളൊരു പെട്രോൾ അടിക്കാനൊക്കെ പൈസ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ വന്നാൽ ഈ കാർഡ് കൊടുക്കുന്നത് എപ്പോഴും നമുക്കൊരു ഹെൽപ്ഫുൾ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാർഡ് ജനങ്ങളുടെ ഇടയിൽ ഇത്രയും പോപ്പുലർ ആയത്. എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. ഓരോ ക്രെഡിറ്റ് കാർഡിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ആണ് നമുക്കായിട്ട് ബാങ്ക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഈ ഒരു ഫ്യൂവൽ കാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആൻഡ് റിവാർഡ്സ് ആണ് നമുക്ക് ഇതിൽ ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. സോ ഇതൊരു ഫ്യൂവൽ കാർഡ് എന്ന രീതിയിൽ പെട്രോൾ അടിക്കുന്നതിനോ ഡീസൽ അടിക്കുന്നതിനോ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെ ഇതിന്റെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഗ്രോസറി പർച്ചേസിനെല്ലാം ബെനിഫിറ്റ് ഇല്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഇതൊരു ഫ്യൂവൽ കാർഡ് ആയതുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് ആണ് ഏറ്റവും ഉപകാരപ്രദമാവുന്നത്. സോ നമ്മളൊരു ഫ്യൂവലിലേക്ക് കടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 2000 പോയിന്റ്സ് ആയിട്ടുള്ള ഒരു റിവാർഡ് പോയിന്റ്സ് നമുക്ക് ആദ്യം തന്നെ ഈ കാർഡിലേക്ക് കടക്കുമ്പോൾ കിട്ടുകയാണ്. അതായത് 500 രൂപ ജോയിനിങ് ഫീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപക്കുള്ള ഡീസലോ പെട്രോളോ നമുക്ക് ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ കഴിയും. അതാണ് അതിന്റെ ആദ്യത്തെ ബെനിഫിറ്റ് തന്നെ. സോ ആദ്യം കൊടുക്കുന്ന നമ്മൾ 500 റുപ്പീസ് അവിടെ തന്നെ വെർത്തായി. ഇനി നമുക്ക് ആനുവൽ ഫീ ആയി വരുന്ന ഒരു 499 റുപ്പീസ് ഉണ്ട്. ഈ 499 റുപ്പീസ് എന്ന് പറയുന്നത് ആനുവൽ ഫീ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ യൂസ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1 ഇയറിൽ നമുക്ക് 30,000 50,000 ആണ് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 50,000 നമ്മൾ 1 ഇയർ കൊണ്ട് യൂസ് ചെയ്ത് നമ്മൾ അത് ടേൺ ഓവർ ആയി മാറുകയാണെങ്കിൽ അതിന്റെ ഈ 499 റുപ്പീസ് വേവ് ഓഫ് ചെയ്ത് തരികയും ചെയ്യും. ഇത് കൂടാതെ നമ്മൾ ഓരോ പ്രാവശ്യം ഡീസൽ അടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് 100 റുപ്പീസ് നമ്മൾ ഡീസൽ അടിക്കാനോ പെട്രോൾ അടിക്കാനോ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് 4 റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് കയറുന്നത്. അങ്ങനെ വന്നാൽ 100 റുപ്പീസ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 25 റിവാർഡ് പോയിന്റ്സ് കയറും. അങ്ങനെ 1000 റുപ്പീസിലോട്ടോ അല്ലെങ്കിൽ 4000 പോയിന്റ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1000 റുപ്പീസിന്റെ ഡീസലോ പെട്രോളോ നമുക്ക് അടിക്കാവുന്നതാണ് ഇതിൽ. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ പല തവണയായിട്ട് റിഡീം ചെയ്തിട്ടുള്ളതാണ്. ഈ പോയിന്റ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആണ്. നമ്മളൊരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയണം ജസ്റ്റ് എനിക്ക് റിവാർഡ് പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ SBI ആപ്പിൽ ആ റിവാർഡ് പോയിന്റ്സ് നമുക്ക് കാണാനും കഴിയും. ഇനി നമുക്കറിയാം, ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫ്യൂൽ കാർഡോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ട് നമുക്ക് ഓഫർ ചെയ്യുന്നത് കാർഡാണ് എന്നുപരി അതിൽ ഒരുപാട് വേറെയും ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ EMI കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ, ഇങ്ങനെ ഡബിൾ ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കൊരു ക്രെഡിറ്റ് കാർഡിൽ കിട്ടും. സോ ഇതിനെല്ലാം നമ്മൾ മിസ്മാനേജ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുമ്പോഴോ ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഡബിൾ എൻഡഡ് സ്വേർഡ് ആയി മാറുന്നത്. സോ അങ്ങനെ മിസ്മാനേജ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്താ വേണ്ടത്? കൂടുതലായിട്ട് അറിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആസ് എ കോമൺ മാൻ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്ന ഫ്ലെക്സി പേ എന്ന് പറയുന്ന ഓപ്ഷൻ. എന്താണ് ഫ്ലെക്സി പേ? നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുകയോ
മേടിച്ചതിന് ശേഷം നമ്മൾ 10,000 12,000 നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആഫ്റ്റർ ദ പേയ്മെന്റ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ EMI. നമുക്ക് EMI ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ EMI ആയി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലെക്സി പേ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഫ്ലെക്സി പേ ആയി ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ പ്രോബ്ലം ആണോ അല്ല അത് ഗുണമാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. കാരണം ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്കൊരു എമൗണ്ട് കയ്യിലേക്ക് കൂടുതലായിട്ട് എമൗണ്ട് കയ്യിൽ കിട്ടുക എന്നതായിരിക്കും നമ്മുടെ അന്നത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് നമുക്ക് പ്രോബ്ലമായി മാറുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 12,000 10,000 റുപ്പീസ് നമുക്കൊരു ഹോസ്പിറ്റൽ കേസിന് കിട്ടുകയും അത് കഴിഞ്ഞ് നമുക്കത് തിരിച്ചടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ അത് EMI ആക്കി ഇട്ടു എന്ന് വിചാരിക്കാം. സോ ആദ്യത്തെ കേസിൽ നമുക്കത് വലിയൊരു ഉപകാരമായി മാറുകയും രണ്ടാമത്തെ കേസിലേക്ക് പോകുമ്പോൾ അതെന്താണ് 22% വരെ ഇൻട്രസ്റ്റ് ആയി മാറുന്ന വലിയൊരു കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് വലിയൊരു വെൽത്ത് അല്ലെങ്കിൽ നമ്മൾ വലിയൊരു സേവിങ്സ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് ഈ ക്രെഡിറ്റ് കാർഡ് പിന്നീട് മാറും. സോ അവിടെയാണ് ഇതൊരു പ്രോബ്ലമായി മാറുന്നത്. അതല്ലാത്ത പക്ഷം നമുക്ക് വളരെ യൂസ്ഫുൾ ആയി ഉപയോഗിക്കാവുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് തന്നെ എന്തുകൊണ്ടും മാർക്കറ്റിലും ജനങ്ങളുടെ ഇടയിൽ ഇത്രയും സുതാര്യമായത് അതുകൊണ്ടാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ ആണ്. ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 കാർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ എൻ്റെ എനിക്ക് 2 കാർഡ് ഉണ്ട്. ഒന്ന് HDFCയുടെ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡ്, എൻ്റെ കയ്യിലുള്ളത് വേറൊരു കാർഡ് SBIയുടെ ഈ കാർഡ്. അപ്പോൾ എനിക്ക് SBIയിൽ 1 lakh ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് എന്നിരിക്കെ എനിക്ക് ആ 1 lakhൽ ഞാൻ 10,000 ഉപയോഗിച്ചോളൂ, ബാക്കി 90,000 എനിക്ക് അവിടെ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ HDFC കാർഡിലാണെങ്കിൽ എനിക്കൊരു EMI അടച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയൊരു തുക അതിലേക്ക് എനിക്ക് ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് അവിടെ ബാലൻസ് ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉപയോഗിച്ച ഫണ്ടിനെ എനിക്ക് പേ ചെയ്യണം ഇവിടെ നിന്ന്. കാരണം അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ സർവീസ് ചാർജസ് കൂടുതലായതുകൊണ്ടോ എനിക്ക് അവിടെ കീപ്പ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു HDFC കാർഡിലുള്ള എമൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി SBI കാർഡിലെ ബാലൻസ് 90,000 ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് BT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അങ്ങനെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഇൻട്രസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് 0.8 to 1% അല്ലെങ്കിൽ 1 to 1.2% ആണ് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് ചാർജ്, പ്ലസ് 1% ഒരു സർവീസ് ചാർജും ഇടാവുന്നതായിരിക്കും. സോ ഇതെല്ലാം ഡിപ്പെൻഡഡ് ആണ്, പല കാർഡിൽ നിന്നും വാരി ചെയ്യും. നമ്മൾ ഒരു കാർഡിലേക്കോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിലേക്കോ എൻ്റർ ആവുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാവിധ പോളിസി ഡോക്യുമെന്റ്സും വായിക്കുകയും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും കൃത്യമായി അറിയാൻ കഴിയുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. സോ എപ്പോഴും ഒരു സെയിൽസ് പെർസ്പെക്റ്റീവിൽ ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിലേക്ക് എൻ്റർ ആവുകയാണെങ്കിൽ അതിന്റെ പോളിസി ഡോക്യുമെന്റോ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസോ നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തടത്തോളം നമുക്ക് ഇതെല്ലാം വലിയൊരു ബാധ്യതയായി മാറാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ക്രെഡിറ്റ് കാർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ, താങ്ക് യു.